അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ബഹുമാനികളെ, ഇന്നലത്തെ ഹദീസിൽ നാം പഠിച്ചത് ഖിയാമത്ത് നാളിൽ നമുക്ക് പ്രത്യേകമായൊരു പേരുണ്ട് എന്നതിനെ സംബന്ധിച്ചാണ്. ഇന്നത്തെ ഹദീസിൽ നമുക്ക് മനസ്സിലാക്കാനുള്ളത്, ഖിയാമത്ത് നാളിൽ ഒരുപാട് സമുദായങ്ങൾ വരും, ഒരുപാട് പ്രവാചകന്മാരുടെ സമുദായങ്ങൾ വരും. ആ സമുദായങ്ങൾക്കിടയിൽ നമ്മെ തിരിച്ചറിയാനുള്ള ഒരു അടയാളമുണ്ട്. ആ അടയാളത്തെ സംബന്ധിച്ചാണ്. അൽ അലാമത്തുൽ ഫാരിഖത്തു ബൈന ഹാദിഹിൽ ഉമ്മത്തി വസാഇരിൽ ഉമം. മുല്ല അലിയുൽ ഖാരി റഹിമഹുല്ല അവരുടെ മിർഖാത്തിൽ ഈ ഒരു വാചകം കൊണ്ടുവന്നിട്ടുണ്ട്. മറ്റു സമുദായങ്ങൾക്കിടയിൽ ഈ ഒരു സമുദായത്തെ വേർതിരിച്ച് അറിയുന്ന അടയാളം അതെന്താണ്? ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, വദിത്തു അന്ന ഖദ് റഅയ്ന ഇഖ്വാനന. നമ്മുടെ സഹോദരന്മാരെ കാണാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ചുറ്റും കൂടിയ സഹാബത്ത് ചോദിക്കുകയാണ്, അവലസ്ന ഇഖ്വാനക യാ റസൂലല്ലാഹ്, നബിയെ ഞങ്ങൾ അങ്ങയുടെ സഹോദരങ്ങളല്ലയോ? അപ്പോൾ തങ്ങൾ പറഞ്ഞു, അന്തും അസ്ഹാബി, നിങ്ങൾ എൻ്റെ സഹാബികളാണ്. ഇത് നമ്മൾ കേൾക്കുമ്പോൾ സഹോദര ബന്ധം എന്നത് പ്രധാനമല്ലേ? നിങ്ങൾ എൻ്റെ സഹാബികളാണെന്ന് പറയുമ്പോൾ അവർക്ക് എന്തെങ്കിലും ഒരു കുറവ് അവിടെ വരുത്തിയിട്ടുണ്ടോ? ഇല്ല. എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ സഹോദര ബന്ധത്തെക്കാളും പ്രധാനമാണ് സുഹബത്തിൻ്റെ ബന്ധം, സഹാബിയാവുക എന്നത്. അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അന്തും അസ്ഹാബി, നിങ്ങൾ എൻ്റെ സഹാബികളാണ്. സഹോദരന്മാർ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ലം യഅതു ബഅദു, എനിക്ക് ശേഷം വരുന്ന ആളുകളാണ്. അപ്പോൾ സഹാബത്ത് ചോദിക്കുകയാണ്, കൈഫ തഅരിഫുഹും യാ റസൂലല്ലാഹ്, അങ്ങ് കണ്ടിട്ടില്ലാത്ത, അങ്ങക്ക് പരിചയമില്ലാത്ത ആളുകളെ അങ്ങ് എങ്ങനെയാണ് തിരിച്ചറിയുക? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവരുടെ ചോദ്യത്തിന് മറുപടി കൊടുത്തതാണ്, ഫഇന്നഹും യഅതൂന യൗമൽ ഖിയാമത്തി ഗുർറൻ മുഹജ്ജലീന. തീർച്ചയായും എൻ്റെ സഹോദരന്മാർ, ഞാൻ എന്ന് പറഞ്ഞ സഹോദരന്മാരെന്ന് ഞാൻ ഉദ്ദേശിച്ച ആളുകൾ ഖിയാമത്ത് നാളിൽ വരുന്നത് ഗുർറൻ മുഹജ്ജലീന, അവർ മുഖവും കൈകാലുകളും പ്രകാശിക്കുന്നവരായി മിന്നിത്തിളങ്ങുന്നവരായിട്ടാണ് വരിക. അങ്ങനെ ഞാൻ അവരെ തിരിച്ചറിയുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയും. ബഹുമാനികളെ, ഖിയാമത്ത് നാളിൽ നാം ഓരോരുത്തരും ചൊല്ലുമ്പോൾ അള്ളാഹുവിൻ്റെ ഹബീബ് നമ്മളെ തിരിച്ചറിയുന്നത്, മറ്റു സമുദായങ്ങൾക്കിടയിൽ നിന്നും നമ്മളെ മറ്റുള്ളവർ തിരിച്ചറിയുന്നത് നമ്മുടെ മുഖവും കൈകാലുകളും പ്രകാശിക്കും എന്നതുകൊണ്ടാണ്. അന ഫറത്തുഹും അലൽ ഹൗൽ, ഞാൻ അവരെയും പ്രതീക്ഷിച്ചുകൊണ്ട് ഹൗലിൻ്റെ അടുക്കൽ ഉണ്ടായിരിക്കുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്. അപ്പോൾ ഖിയാമത്ത് നാളിൽ നമ്മൾ ചെല്ലുന്ന സമയത്ത് നമ്മുടെ മുഖവും കൈകാലുകളും പ്രകാശിക്കണമെങ്കിൽ നമ്മുടെ വുളൂ ആയിരിക്കണം. അത് വളരെയധികം നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്, ജാഗ്രത നാം പാലിക്കേണ്ടതാണ്. ഇതിനെ സംബന്ധിച്ചാണ് മുല്ല അലിയുൽ ഖാരി റഹിമഹുല്ല പറഞ്ഞത്, ഇങ്ങനെ ഈ മുഖവും കൈകാലുകളും പ്രകാശിക്കുക എന്നത് അലാമത്തുൽ ഫാരിഖത്തു ബൈന ഹാദിഹിൽ ഉമ്മ വസാഇരിൽ ഉമം, മറ്റ് സമുദായങ്ങൾക്കിടയിൽ ഈ സമുദായത്തെ വേർതിരിച്ചറിയുന്ന അടയാളമാണ് എന്ന് മുല്ല അലിയുൽ ഖാരി റഹിമഹുല്ല മിർഖാത്തിൽ നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട്. ബഹുമാനികളെ, നമ്മൾ വുളൂ ചെയ്യുന്ന സമയത്ത് ഒരദബും മര്യാദയും ഇല്ലാതെ സംസാരവും ബഹളവുമായിട്ട് ഒരിക്കലും ഉണ്ടാകാൻ പാടില്ല. കാരണം വുളൂ എന്നത് മുസ്തഖില്ലത്തൻ നല്ലൊരു ഇബാദത്താണ്. നമ്മുടെ ദോഷങ്ങളൊക്കെ പൊറുക്കപ്പെടുന്ന, ഒരുപാട് ഗുണങ്ങളും നേട്ടങ്ങളും നേടിത്തരുന്ന, നാം വുളൂ ചെയ്യുന്ന സമയത്ത് മറ്റൊന്നും ചിന്തിക്കേണ്ടതില്ലല്ലോ. മുഖവും കൈയും കാലുമൊക്കെ പ്രകാശിച്ചുകൊണ്ട് ഖിയാമത്ത് നാളിൽ വരുന്ന ആ സുന്ദരമായ മനോഹരമായ മുഹൂർത്തത്തെ മനസ്സിൽ കൊണ്ടുവന്നാൽ തന്നെ നമ്മുടെ വുളൂഇന് ഒരു ആത്മാവുണ്ടാക്കിയെടുക്കാൻ നമുക്ക് കഴിയും. വുളൂഇൽ ഭക്തി ഉണ്ടായാൽ അത് നിസ്കാരത്തിൽ ഭക്തി ഉണ്ടാകാൻ കാരണമാണെന്നും പണ്ഡിതന്മാർ പഠിപ്പിച്ചു തന്നിട്ടുണ്ടല്ലോ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ എല്ലാ അമലുകളും സ്വീകരിക്കുമാറാകട്ടെ. സന്തോഷത്തോടുകൂടെ നാളെ മുഖവും കൈകാലുകളും മിന്നിത്തിളങ്ങുന്നവരായിട്ട് വരുന്നവരിൽ നമ്മെ ഏവരെയും അള്ളാഹു ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ ആഖിബത്ത് അള്ളാഹു നന്നാക്കി തരുമാറാകട്ടെ. നമ്മിൽ നിന്നും മൺമറഞ്ഞവർക്ക് അള്ളാഹു മഗ്ഫിറത്തും റഹ്മത്തും നൽകുമാറാകട്ടെ. വആഖിറു ദഅവതി അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.